തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ ഇടതുപക്ഷം. പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലമെന്ന് അവകാശപ്പെടുമ്പോഴും ആന്റണി രാജുവിന്റെ പകരക്കാരനെ കണ്ടെത്താനാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതോടെ വെട്ടിലായിരിക്കുകയാണ് ഇടതുപക്ഷം. ഹൈക്കോടതിയിൽ നിന്ന് ആന്റണി രാജുവിന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വൈകിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് പ്രതികൂല വിധി വന്നതോടെ സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. ജനാധിപത്യ കോൺഗ്രസിലെ തന്നെ ഒരാളെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതേസമയം പൊതുസമ്മതനായ നേതാവ് മതിയെന്ന അഭിപ്രായവും ഉയരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു. ഘടകകക്ഷികൾ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസമുള്ളതിനാൽ തന്നെ ഇന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ചർച്ചകളിലേക്കും കടക്കേണ്ടെന്ന് തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. ജനം, തിരുവനന്തപുരം.